ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്കും വീട്ടിൽ കപ്പ് കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1.25 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. സാൾട്ടഡ് ആണെങ്കിൽ അത് ചേർക്കണ്ട. ഓയിലാണ് ചേർക്കുന്നതെങ്കിലും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് കമ്പൈനായിട്ട് വന്നാൽ മതി. ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ലൈറ്റ് കളറോ അത്രേ വേണ്ടതുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 3 എഗ്ഗ് ഒന്നിന് പിറകെ ഒന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോന്ന് വീതമായിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് സമയം അതും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് വന്നാൽ മതി, അത്രേ വേണ്ടതേ ഉള്ളൂ. ഒരുപാട് മിക്സ് ചെയ്താലും നമ്മുടെ കപ്പ് കേക്ക് സോഫ്റ്റ് ആയിരിക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് 1-2 തവണയായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ കേക്കിൻ്റെ മിക്സിലേക്ക് മൈദ ഇതുമായിട്ടുള്ള മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏത് പാത്രത്തിനകത്താണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഉപ്പോ അല്ലെങ്കിൽ മണലോ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ 10 മിനിറ്റ്, ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 5 മിനിറ്റ്, അത്രയും സമയം ഒന്ന് പ്രീ ഹീറ്റ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഇതുപോലത്തെ ഒരു ബാറ്ററാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പാത്രത്തിനകത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് പേപ്പറിൻ്റെ കപ്പാണിത്. നമ്മൾ സാധാരണ ഡിസ്പോസിബിളായിട്ട് ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ കപ്സ്, അതിനകത്തേക്ക് കപ്പ് കേക്ക്സിൻ്റെ ലൈനേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ പേപ്പർ കപ്സിനകത്തേക്ക് ഡയറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അപ്പോൾ ഒരു ചെറിയൊരു രുചി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ലൈനേഴ്സ് ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിനകത്തേക്ക് ഒരു 3/2 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ബാറ്റർ ഈവനായിട്ട് എല്ലായിടത്തും എത്തും. അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. മണലാണ് ഇട്ടിട്ടുള്ളത്. 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തതാണ്. ഇതിനകത്തേക്ക് ഇനി നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ആ മണലിനകത്തേക്ക് വെക്കുന്നതിനേക്കാൾ നല്ലത് സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാനിത് സ്ഥിരമായിട്ട് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു പാത്രമാണ്. അതിൻ്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ് കേക്ക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യാറ്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പം ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ജസ്റ്റ് നമ്മളെ കപ്പ് കേക്ക് ലൈനേഴ്സ് ബോട്ടത്തിൽ പറ്റി പിടിച്ചതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ലൈനേഴ്സ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അതുപോലെ തന്നെ അത്രയും തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാനിപ്പോൾ ഇതിനകത്തും ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സോഫ്റ്റാണ്. പിന്നെ ഒരുപാട് പേര് പറയുകയാണ് ഇങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ മുകൾ ഭാഗം ഒട്ടുന്നുണ്ടെന്ന്. അതിന് ഒരു പരിഹാരമുണ്ട്. അത് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.